നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയമാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഏതെല്ലാം പ്രൊഡക്റ്റ് കിട്ടും, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എത്ര ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് വഴിയാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫാരഡേ 2 ലോ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫാരഡൻ്റെ ഫസ്റ്റ് ലോ നോക്കാം. ഫസ്റ്റ് ലോ വെരി സിമ്പിൾ. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണല്ലോ അവിടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എമൗണ്ട് ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൊടുത്താലോ കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. സിമ്പിൾ. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, ഒരു സൊല്യൂഷനിലോട്ട് ഇലക്ട്രോഡ് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഓരോ സബ്സ്റ്റൻസ് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. നമ്മൾ പാസ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. നമുക്ക് ഇക്വേഷൻ ആക്കുകയാണെങ്കിൽ W ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. W എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ആണ്. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ W ഈക്വൽ ടു നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വേണ്ടേ. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ Z എന്ന് വിളിച്ചു. W ഈക്വൽ ടു Z ഇൻറ്റു Q. ഈ Q കാണാൻ നമുക്കറിയാം Q ഈക്വൽ ടു IT ആണ്. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ W ഈക്വൽ ടു ZIT എന്ന് വരും. നമുക്കിതിൽ ഓരോ ടേം എന്താ നോക്കാം. W എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻ ഗ്രാം. ഗ്രാമിലാണ് ഈ എമൗണ്ട് പറയേണ്ടത്. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുക. ആ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ്. ചാർജ് ഇൻ കൂളം. Z എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ പേര് നോക്കൂ, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻറ്റ്. ആ സെഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റൻസിറ്റി ഇൻ ആംബിയർ. T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്. ഇറ്റ് ഷുഡ് ബി ഇൻ സെക്കൻഡ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. ഈ ഫാരഡേയുടെ ഫസ്റ്റ് ലോ വെച്ച് പ്രോബ്ലം ചെയ്യണമെങ്കിൽ പോലും ഫാരഡേയുടെ രണ്ടാമത്തെ ലോ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സെക്കൻഡ് ലോ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഈ ലോ നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫാരഡേയുടെ സെക്കൻഡ് ലോ. എന്താണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫാരഡേയുടെ സെക്കൻഡ് ലോ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? നമ്മൾ എത്രത്തോളം ഇലക്ട്രിസിറ്റി കൊടുക്കുന്നോ അതിനനുസരിച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ലോ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഒരു ബീക്കറിൽ ഞാൻ സിങ്ക് 2+ ഉള്ള സൊല്യൂഷൻ എടുത്തു. വേറൊരു ബീക്കറിൽ ഞാൻ Cu2+ ഉള്ള സൊല്യൂഷൻ എടുത്തു. രണ്ടിലോട്ടും ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. പക്ഷെ ശ്രദ്ധിക്കണം, 2 സ്പീഷീസിലോട്ടും നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി സെയിം ആണ്. എന്ന് പറഞ്ഞാൽ Q സെയിം ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പോഴാണ് ഫാരഡേയുടെ രണ്ടാമത്തെ ലോ അപ്ലിക്കബിൾ ആവുന്നത്. അതായത് വ്യത്യസ്ത സ്പീഷീസിലോട്ട് നമ്മൾ കടത്തിവിടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി സെയിം ആണ്. എന്തായിരുന്നു ഫസ്റ്റ് ലോ? നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ 2 സൊല്യൂഷനിലോട്ടും ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ ഒരേ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ? എന്നാൽ ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വ്യത്യസ്ത സ്പീഷീസിലോട്ട് കൊടുത്താൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട്, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന എമൗണ്ട് അവരുടെ ഈക്വലൻ്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈക്വലം മാസിനെ കുറിച്ച് നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈക്വലം മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ബൈ പാസിങ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി
നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ ഈക്വലൻ്റ് മാസ്. അവരുടെ ഈക്വലൻ്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ മാത്തമാറ്റിക്കലി ഇക്വേറ്റ് ചെയ്യാം? നോക്കൂ, വെരി സിമ്പിൾ. WA എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് എ ഡെപ്പോസിറ്റഡ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഈക്വലൻ മാസ് ആവണ്ടേ EA. WB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ആയിരിക്കും. വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് അവരുടെ ഈക്വലൻ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. രണ്ടിലും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ട്. ഞാൻ രണ്ടിനും ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവും WA ബൈ WB ഈക്വൽ ടു EA ബൈ EB എന്ന് വരും. WA ബൈ WB ഈക്വൽ ടു EA ബൈ EB. ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റും. റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ്. ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഡിസ്പ്ലേസ് ചെയ്യുകയോ ചെയ്ത സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിൻ്റെ റേഷ്യോ ഈക്വൽ ടു എന്തായിരിക്കും? അവരുടെ ഈക്വലൻ മാസിൻ്റെ റേഷ്യോ ആയിരിക്കും. എന്താണ് EA EB? ഈക്വലൻ മാസ് ഓഫ് എ ആൻഡ് ഈക്വലൻ മാസ് ഓഫ് ബി. അപ്പോൾ എന്താണ് പുതിയ സ്റ്റേറ്റ്മെൻറ്റ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദെയർ ഈക്വലൻ മാസ്. നമുക്ക് ആ ഇക്വേഷനെ ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഉള്ളത് WA ബൈ WB ഈക്വൽ ടു EA ബൈ EB അല്ലേ? ഇതിനൊന്ന് ക്രോസ് ആക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? WA ബൈ EA ഈക്വൽ ടു WB ബൈ EB. അപ്പോൾ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് WA ബൈ EA ഈക്വൽ ടു WB ബൈ EB. W എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസാണ്. E എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ ഈക്വലൻ മാസാണ്. എന്തായിരിക്കും? ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് ആണ്. സോ നമുക്ക് പറയാം നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് A ഈക്വൽ ടു നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് B. രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് നിങ്ങൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, രണ്ട് വ്യത്യസ്ത സബ്സ്റ്റൻസിലോട്ട് നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത ആളുകളുടെ നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഈക്വലൻസ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ഈക്വലൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിവൺ മാസ് ബൈ ഈക്വലൻ മാസ്. ഇതിലെന്താണ് WA WB? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. എന്താണ് EA EB? ഈക്വലൻ മാസ് ഓഫ് A ആൻഡ് B ആണ്. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഈ ഫാരഡേയുടെ സെക്കൻഡ് ലോൻ്റെ ബേസിൽ ഫാരഡേ ഒരു പുതിയ ടേം കൊണ്ടുവരാണ്. ദാറ്റ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. ഈ ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എന്നൊരു കൺസെപ്റ്റ് വന്നതോടുകൂടി നമ്മുടെ ഈ ഇലക്ട്രോൺസുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വളരെ ഈസിയായി. അപ്പോൾ എന്താണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ് നോക്കാം. ഫാരഡേസ് കോൺസ്റ്റൻറ്റിൻ്റെ 3 ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ. 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. ഈ ഫാരഡേസ് കോൺസ്റ്റൻറ്റിന് F എന്ന സിമ്പിളാണ് കൊടുക്കുക. ഫാരഡേസ് കോൺസ്റ്റൻറ്റ് സിമ്പിളാണ് F. നമ്മൾ കുറച്ച് മുമ്പ് നേൺസ്റ്റ് ഇക്വേഷനിൽ ഈ F വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതെന്താണെന്ന് വി വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ എന്ന്. ഇറ്റ് ഈസ് ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ. ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6021 ഇൻറ്റു 10⁻⁻19 കൂളമാണ്. കൂളം എന്ന് പറയുമ്പോൾ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. പക്ഷേ നമുക്ക് വേണ്ടത് ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ ആണ്. 1 മോൾ എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലേ? എങ്ങനെ കാണും? 1.6021 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 കൂളം. ഇപ്പോൾ നമുക്ക് കിട്ടി
ചാർജ് ഓഫ് 1 mole ഇലക്ട്രോൺ. ബൈ ദിസ് കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 96487 കൂളം. 96487 കൂളം. ഇതാണ് ചാർജ് ഓഫ് 1 mole ഇലക്ട്രോൺ. ഇതിനെ ഒന്ന് ചെറിയ രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 96500 കൂളം. ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 96500 കൂളം എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ 96487 ആണെങ്കിൽ പോലും വി ആർ ജനറലി യൂസിങ് 96500 കൂളം. ഇതാണ് 1 mole ഇലക്ട്രോണിൻ്റെ ചാർജ്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. 1 mole ഇലക്ട്രോണിന് ഇത്ര ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം 1 mole ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ, 1 mole ഇലക്ട്രോണിനെ റിയാക്ഷൻ നടത്തിക്കാൻ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണമെന്നല്ലേ. സോ നമുക്ക് ഫാരഡേസ് കോൺസ്റ്റന്റിൻ്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ പറയാം. എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ട്രാൻസ്ഫർ 1 mole ഇലക്ട്രോൺ. 1 mole ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് 1 ഫാരഡേ. എഫ് എന്ന് പറയുമ്പോൾ അതിന് സിമ്പിളാണ് 1 ഫാരഡേ എന്നാണ് പറയുക. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ട്രാൻസ്ഫർ 1 mole ഇലക്ട്രോൺ. ഞാനിവിടെ ഒരു 3 റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ 3 റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വേണമെന്നാണ് ചോദിക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കാൻ 1 mole ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ആ റിയാക്ഷൻ നടത്തിക്കാൻ 1 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. വെരി സിമ്പിൾ. 1 mole ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടതാണ് 1 ഫാരഡേ. ഇവിടെ 2 mole ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴല്ലേ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ 2 ഫാരഡേ വേണം. ഈ തേർഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ 3 mole ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് 3 ഫാരഡേ വേണം. വെരി സിമ്പിൾ. നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫാരഡേയുടെ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് പറയാൻ പറ്റും. 1 mole ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് 1 ഫാരഡേ. ഇതാണ് ഫാരഡേസ് കോൺസ്റ്റന്റിൻ്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ. ഇതിന് മൂന്നാമത്തെ ഡെഫിനിഷനോട് കിടക്കാം. ആ മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കണമെങ്കിൽ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. ഇതേ റിയാക്ഷൻ, നമ്മളീ പറഞ്ഞ സെയിം റിയാക്ഷനാണ്. ഈ റിയാക്ഷനിൽ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റഡ് ബൈ പാസിംഗ് 1 ഫാരഡേ. ഈ 3 റിയാക്ഷനിലോട്ട് 1 ഫാരഡേ ഇലക്ട്രിസിറ്റി കൊടുത്താൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഈക്വലൻസ് എന്താണെന്നാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ഫസ്റ്റത്തെ റിയാക്ഷൻ നടക്കാൻ വേണ്ടത് 1 ഫാരഡേ അല്ലേ. സോ 1 ഫാരഡേ കൊടുത്താൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും, നമുക്ക് 1 mole ഏജ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏജ് 1 കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏജ് 1 കിട്ടും. പക്ഷെ നമ്മോട് ചോദിച്ചുള്ളത് അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാളെ നമ്പർ ഓഫ് ഈക്വലൻസ് കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു അതിൻ്റെ വാലൻസ് ചെയ്താൽ മതി. എത്രയാണ് നമ്പർ ഓഫ് മോൾ കിട്ടിയത്? അത് 1 ആണ്. ഇൻറ്റു വാലൻസി അല്ലേ, എത്രയാണ് സിൽവറിൻ്റെ വാലൻസി? അത് 1 ആണ്. സോ നമുക്ക് കിട്ടി 1. നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 ഫാരഡേ കൊടുത്താലല്ലേ 1 mole കോപ്പർ കിട്ടുകയുള്ളൂ. 2 ഫാരഡേ കൊടുത്താലാണ് 1 mole കിട്ടുക. അപ്പോൾ നമ്മൾ 1 ഫാരഡേ കൊടുത്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കോപ്പർ എന്തായിരിക്കും? 2 ഫാരഡേക്ക് 1 mole ആണെങ്കിൽ 1 ഫാരഡേക്ക് 1/2 mole ആണ്. നമുക്കിനി ഈ കോപ്പറിൻ്റെ നമ്പർ ഓഫ് ഈക്വലൻസ് നോക്കാം. നമ്പർ ഓഫ് മോളിൻ്റെ വാലൻസി അല്ലേ, എത്ര നമ്പർ ഓഫ് മോള്? 1/2 ഇൻറ്റു എത്രയാണ് കോപ്പറിൻ്റെ വാലൻസി? അത് 2 ആണ്. സോ ആൻസർ ഈസ് അഗെയിൻ 1. നമുക്ക് 1 more ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്പർ 3. ഇതിലോട്ടും 1 ഫാരഡേ ആണ് കൊടുത്തത്. നമുക്കറിയാം 3 ഫാരഡേ കൊടുത്താലാണ് നമുക്ക് 1 mole അലുമിനിയം കിട്ടുക.
3 ഫാരഡ് കൊടുത്താലാണ് 1 മോൾ അലുമിനിയം കിട്ടുക. അപ്പോൾ 1 ഫാരഡ് കൊടുത്താലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് അലുമിനിയം വിൽ ബി 1/3. നമ്പർ ഓഫ് മോൾസ് ഓഫ് അലുമിനിയം വിൽ ബി 1/3. പക്ഷെ നമുക്ക് വേണ്ടത് അവരുടെ നമ്പർ ഓഫ് ഈക്വലൻസ് ആണ്. നമ്പർ ഓഫ് മോൾ 1/3 ആണ്. ഇൻറ്റു എത്രയാണ് വാലൻസി 3. ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കൂ, നിങ്ങൾ എല്ലാ റിയാക്ഷനിലോട്ടും 1 ഫാരഡ് കൊടുത്തപ്പോൾ 1 ഈക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫാരഡക്ക് മൂന്നാമത്തെ ഡെഫിനിഷനായി ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ഡിസ്പ്ലേസ് 1 ഈക്വലൻ്റ് സബ്സ്റ്റൻസ്. അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ഡിസ്പ്ലേസ് 1 ഈക്വലൻ്റ് സബ്സ്റ്റൻസ്. ആ 3 ഡെഫിനിഷനാണ് ഫാരഡേസ് കോൺസ്റ്റന്റ് പഠിച്ചത്. ഒന്ന്, ഇറ്റ് ഈസ് ദ ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ. 2, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ട്രാൻസ്ഫർ 1 മോൾ ഇലക്ട്രോൺ. 3, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ടു ഡെപ്പോസിറ്റ് ഓർ ഡിസ്പ്ലേസ് 1 ഈക്വലൻ്റ് സബ്സ്റ്റൻസ്. അപ്പോൾ ശ്രദ്ധിക്കണം, 1 ഫാരഡ് കൊടുത്താൽ 1 മോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും. 1 ഫാരഡ് കൊടുത്താൽ 1 മോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും. 1 ഫാരഡ് കൊടുത്താൽ 1 ഈക്വലൻ്റ് ഡെപ്പോസിറ്റ് ആവും. 1 ഫാരഡ് കൊടുത്താൽ 1 മോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും. അതേസമയം 1 ഈക്വലൻ്റ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ആകും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ആകും. ഈ ഒരു ടേമിൻ്റെ ബേസിൽ, ഈ ഒരു വാല്യൂൻ്റെ ബേസിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആയിരുന്നു Z. ആ സെഡിൻ്റെ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫീച്ചേഴ്സ് ഓഫ് Z വെരി സിമ്പിൾ. ആദ്യം നമുക്ക് നോക്കാം ഇതിൻ്റെ ഡെഫിനിഷൻ. ഇതിൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം സെഡിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനാണ് W ഈക്വൽ ടു Z ഇൻറ്റു Q. W ഈക്വൽ ടു Z ഇൻറ്റു Q. ഈ Z ഇൻറ്റു Q നമുക്ക് ZIT എന്നും പറയാം. വെരി സിമ്പിൾ. നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഇൻറ്റൻസിറ്റി 1 ആംപിയർ ആണെങ്കിൽ, നമ്മൾ പാസ് ചെയ്ത ടൈം 1 സെക്കൻഡ് ആണെങ്കിൽ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 1 കൂളം ആയിരിക്കും. എന്ത് വരും? W ഈക്വൽ ടു Z എന്ന് വരും. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് or displaced. It is the amount of substance deposited or displaced by passing 1 ampere current for 1 second അല്ലെങ്കിൽ by passing 1 coulomb electricity. ഇതാണ് definition of Z. That is, it is the amount of substance deposited or displaced by passing 1 ampere current for 1 second. That is 1 coulomb electricity. ഇതാണ് ഡെഫിനിഷൻ ഓഫ് Z. നമുക്ക് ഇനി നോക്കേണ്ടത് ഈ സെഡിൻ്റെ യൂണിറ്റ് ആണ്. നമുക്കിതിൻ്റെ യൂണിറ്റ് നോക്കാം. വെരി സിമ്പിൾ. W ഈക്വൽ ടു Z ഇൻറ്റു Q എന്ന ഇക്വേഷനിൽ Z ഈക്വൽ ടു എന്താണ്? W ബൈ Q ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് W ഷുഡ് ബി ഇൻ ഗ്രാം, Q ഷുഡ് ബി ഇൻ കൂളം. So that is gram per coulomb. ഗ്രാം പെർ കൂളം എന്നാണ് സെഡിൻ്റെ ഡെഫിനിഷൻ, സെഡിൻ്റെ യൂണിറ്റ്. ഇനി നമുക്ക് പറയേണ്ടത് ഈ Z കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ ഫോർ Z. ഈ ഇക്വേഷൻ ഫോർ Z വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരഡേയുടെ സെക്കൻഡ് ലോയും ഫസ്റ്റ് ലോയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഇക്വേഷൻ. നോക്കൂ, W ഈക്വൽ ടു Z ഇൻറ്റു Q എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ കൊടുക്കുന്ന ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 96500 കൂളമാണെങ്കിൽ, ദറ്റ് ഈസ് 1 ഫാരഡേ ആണെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1 ഈക്വലൻ്റ് ആയിരിക്കുമെന്നല്ലേ പറഞ്ഞത്? ദറ്റ് ഈസ് W ഷുഡ് ബി ഈക്വലൻ്റ് മാസ്, that is E.
കാരണം 1 ഫാരഡെ കൊടുത്താൽ 1 ഈക്വലിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. 1 ഈക്വലിൻ്റെ മാസാണ് ഇ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ ഈക്വൽ ടു എന്ത് വരും? Z ഇൻറ്റു 96500 എന്ന് വരും. ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്താൽ നമുക്ക് പറയാം Z ഈക്വൽ ടു E by 96500. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ മാസ് ബൈ 96500 കൂളമാണ്. ഈ ഒരു ടേം നമ്മൾ ഫാരഡെയുടെ ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മോഡിഫൈഡ് ഇക്വേഷൻ നോക്കാം. നോക്കൂ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് കാണാൻ ഫസ്റ്റ് ലോ പ്രകാരം നമ്മൾ പഠിച്ചത് W ഈക്വൽ ടു Z ഇൻറ്റു Q, ദാറ്റ് ഈസ് ZIT എന്നാണ്. അതിൽ സെഡിന് പകരം ഈ വാല്യൂ കൊടുത്താൽ W ഈക്വൽ ടു EIT ബൈ 96500. Very important. Amount of substance deposited or displaced is given by the equation EIT by 96500. ഇതിൽ എന്താണ് E? That we know equivalent mass. ഇപ്പോൾ നമ്മൾ കണ്ടത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അല്ലേ? അതുപോലെ വോളിയം ഓഫ് ഗ്യാസ് ലിബറേറ്റഡ് കാണാൻ പറ്റും. കാരണം നമ്മൾ പല ഇലക്ട്രോളിസിലും ഗ്യാസുകളാണ് ലിബറേറ്റ് ചെയ്തത്. ഗ്യാസുകൾ ലിബറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവരുടെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈക്വലൻ മാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈക്വലൻ്റ് വോളിയം ഉപയോഗിച്ചാൽ മതി. IT by 96500. So W equal to EIT by 96500 ആണെങ്കിൽ വോളിയം ഈക്വൽ ടു EV into IT by 96500 ആണ്. എന്താണ് EV എന്ന് നമുക്ക് നോക്കാം. ഈക്വലൻ്റ് വോളിയമാണ് EV. നമുക്കറിയാം ഈക്വലൻ മാസ് കാണുന്നത് മോളാർ മാസ് ബൈ വാലൻസി ആണെങ്കിൽ ഈക്വലൻ്റ് വോളിയം എങ്ങനെ കാണും? മോളാർ വോളിയം ബൈ വാലൻസി. മോളാർ വോളിയം ബൈ വാലൻസി. നമുക്കറിയാലോ മോളാർ വോളിയം ജനറലി നമ്മൾ കണ്ടുപിടിക്കുന്നത് STPയിലാണ് അല്ലെങ്കിൽ NTPയിലാണ്. എത്രയാണത്? മോളാർ വോളിയം 22.4 ലിറ്റർ ആയതുകൊണ്ട് ഈക്വലൻ്റ് വോളിയം വിൽ ബി 22.4 ബൈ വാലൻസി. യൂണിറ്റിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വരരുത്, ഇറ്റ് ഷുഡ് ബി ഇൻ ലിറ്റർ. ഇങ്ങനെയാണ് ഈക്വലൻ്റ് വോളിയം കാണുക. ഈക്വലൻ്റ് മാസ് കാണാൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മോളാർ മാസ് ബൈ വാലൻസി ആണ്. സിമിലർലി ഈക്വലൻ്റ് വോളിയം എന്താണ്? മോളാർ വോളിയം ബൈ വാലൻസി ആണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് കാണാൻ, അടുത്തത് വോളിയം ഓഫ് ഗ്യാസ് ലിബറേറ്റഡ് കാണാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എമൗണ്ട് നിങ്ങൾ പറയേണ്ടത് നിർബന്ധമായിട്ടും ഗ്രാമിൽ ആയിരിക്കണം. ഈ വോളിയം നിങ്ങൾ നിർബന്ധമായിട്ടും പറയേണ്ടത് ലിറ്ററിൽ ആയിരിക്കണം. കാരണം ഈക്വലൻ്റ് വോളിയം കിട്ടുന്നത് ലിറ്ററിലല്ലേ. ആ ഈക്വലൻ്റ് വോളിയം അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണത്. ഇറ്റ് ഷുഡ് ബി ഇൻ ലിറ്റർ. ഈക്വലൻ്റ് മാസ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഈ വെയിറ്റ് കാണുന്നത്. ഈക്വലൻ മാസ് പറയുന്നത് ഗ്രാമിലാണ്. സോ ദിസ് മാസ് ഷുഡ് ബി ഇൻ ഗ്രാം. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്.